ഒരിക്കലും ഭേദമാകില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗം ബാധിച്ചിരുന്ന 67-കാരിയായ ഇറ്റാലിയൻ സ്വദേശിനി ആന്റോണിയോ റാക്കോ തനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന്റെ അത്ഭുത സാക്ഷ്യം ലൂർദിൽ പങ്കുവച്ചു. 1858 പരിശുദ്ധ മറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയാൽ സംഭവിച്ച സഭ ഔദ്യോഗികമായി അംഗീകരിച്ച 72ാമത്തെ അത്ഭുതമാണ് ഈ രോഗസൗഖ്യം. 16 വർഷം നീണ്ടുനിന്ന മെഡിക്കൽ കാനോനിക്കൽ പാസ്റ്ററൽ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ ഏപ്രിൽ 16-ന് ലൂർദിൽ ഔദ്യോഗികമായി ഈ അത്ഭുതകരമായ രോഗസൗഖ്യത്തിന് അംഗീകാരം നൽകിയത്. 2006-ലാണ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന ക്രമേണ വർദ്ധിച്ചു വരുന്ന മാരകമായ രോഗം റാക്കോയ്ക്ക് വൈദ്യശാസ്ത്രം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് തെക്കൻ ഇറ്റാലിയയിലെ ബിസിലിക്കറ്റയിൽ നിന്നുള്ള അമ്മയും സജീവ വിശ്വാസിയുമായ റാക്കോ 2009 തീർത്ഥാടനത്തിനായി ലൂർദിലെത്തി. വീൽചെയറിൽ ഭർത്താവ് ആന്റോണിയോയോടൊപ്പം ലൂർദിലെത്തിയ റാക്കോയ്ക്ക് ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും തടസ്സം അനുഭവപ്പെട്ടു. 2ാം ദിവസം വോളണ്ടിയർമാരുടെ സഹായത്തോടെ ലൂർദിലെ വെള്ളത്തിൽ മുങ്ങുന്നതിനായി എത്തിയ സമയത്ത് റാക്കോയുടെ കാതുകളിൽ ഒരു സ്ത്രീ ശബ്ദം 3 തവണ മുഴങ്ങി. ഭയപ്പെടേണ്ട എന്ന ശബ്ദം കേട്ട നിമിഷം റാക്കോയിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ആ നിമിഷം ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് കാലുകളിൽ പെട്ടെന്ന് ശക്തമായ വേദന അനുഭവപ്പെട്ടു, റാക്കോ വിവരിച്ചു. എന്നാൽ ഈ അനുഭവങ്ങളൊന്നും ആരോടും പറയാതെ വീൽചെയറിൽ തന്നെ റാക്കോ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീണ്ടും ഈ അനുഭവങ്ങൾ ഭർത്താവിനോട് പറയാൻ റാക്കോയ്ക്ക് ശക്തമായ ഉൾപ്രേരണ ലഭിച്ചു. അവനോട് പറയൂ, അവനെ വിളിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന അതേ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭർത്താവിനെ വിളിച്ചു. ആ നിമിഷത്തിൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി റാക്കോ പരസഹായമില്ലാതെ നിന്നു. വികാരഭരിതരായി അവർ പരസ്പരം ആശ്ലേഷിച്ചു. സുഖം പ്രാപിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുമിച്ച് കരഞ്ഞു. ബെസിലിക്കറ്റയിലെ തുർസിൽ ലഗനോഗ്രോ രൂപതയിലെ ഒരു ഇടവക വൈദികനോടാണ് റാക്കോ ഈ കാര്യങ്ങൾ ആദ്യം പറഞ്ഞത്. തുടർന്ന് ആ വർഷം തീർത്ഥാടനത്തിൽ പങ്കെടുത്ത പ്രാദേശിക ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ നോല റാക്കോയെ സന്ദർശിച്ചു. അവരുടെ കഥ കേട്ട ശേഷം ആർച്ച് ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു: ആന്റോണിയേറ്റ, കർത്താവ് നിങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ച് നിങ്ങൾക്കൊരു സമ്മാനം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. തുടർന്ന് ഒരു ദശാബ്ദത്തിലേറെ നീണ്ട സമഗ്രമായ മെഡിക്കൽ വിലയിരുത്തലുകളുടെയും വിദഗ്ധ അവലോകനങ്ങളുടെയും കാലഘട്ടമായിരുന്നു. ALSന് ചികിത്സയില്ല. അന്വേഷണത്തിൽ ഉൾപ്പെട്ട ഒരു പ്രമുഖ ന്യൂറോളജിസ്റ്റ് പ്രൊഫസർ വിൻസെൻസോ സിലാനി അഭിപ്രായപ്പെട്ടു. ഈ രോഗം ബാധിച്ചവരുടെ അവസ്ഥ ഓരോ ദിവസവും വഷളായി മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു രോഗസൗഖ്യം അത്ഭുത സൗഖ്യമായി അംഗീകരിക്കണമെങ്കിൽ അത് പെട്ടെന്ന് നടന്നതും പൂർണ്ണവും നീണ്ടു നിൽക്കുന്നതും വൈദ്യശാസ്ത്രപരമായി വിശദീകരിക്കാനാകാത്തതും ആയിരിക്കണമെന്ന് ലൂർദിലെ സ്ഥിരം ഡോക്ടറായ അലസാദ്രോ ഡി ഫ്രാൻസിസ്കസ് ചടങ്ങിൽ പറഞ്ഞു. 2024 നവംബറിൽ ലൂർദ് ഇന്റർനാഷണൽ മെഡിക്കൽ കമ്മിറ്റിയിലെ 21 അംഗങ്ങൾക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിൽ 17 പേർ ആന്റോണിയോ റാക്കോയുടെ സൗഖ്യം വിശദീകരിക്കാനാകാത്തതും പൂർണ്ണവും നിലനിൽക്കുന്നതുമായ ഒരു രോഗശാന്തിയാണെന്ന് അംഗീകരിച്ചതോടെ ലൂർദിൽ നടന്ന സ്ഥിരീകരിക്കപ്പെട്ട അത്ഭുതങ്ങളുടെ പട്ടികയിൽ റാക്കോയും ഇടം പിടിക്കുകയായിരുന്നു. ലൂർദിൽ ശുശ്രൂഷ ചെയ്യുന്ന വോളണ്ടിയർമാരുടെ കൂട്ടായ്മയായ ഹോസ്പിറ്റലേഴ്സ് ഓഫ് ലൂർദിലെ വോളണ്ടിയറായി ശുശ്രൂഷ ചെയ്തുകൊണ്ട് രോഗികളായി ലൂർദിലെത്തുന്നവർക്ക് തനിക്ക് ലഭിച്ച അതേ കരുണയും സൗഖ്യവും ലഭിക്കുവാൻ എല്ലാ വർഷവും റാക്കോ ഇന്നും ലൂർദിലെത്തുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.